ഹായ് ഫ്രണ്ട്സ്, മഴക്കാലമൊക്കെ ആയില്ലേ? അപ്പോൾ നമുക്ക് മുടിയൊക്കെ നമ്മൾ നനയ്ക്കുമ്പോൾ ചിലർക്കൊക്കെ മുടി ഒരു സ്മെല്ലടിക്കാനും, അതായത് നേർക്ക് ഉണങ്ങാതെ സ്മെല്ലടിക്കാനൊക്കെ തുടങ്ങും അല്ലേ? അപ്പോൾ അതിനുള്ള ഒരു ബെസ്റ്റ് ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുടി പെട്ടെന്ന് ഉണക്കാനും അതുപോലെ തന്നെ മുടിക്ക് കായ ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും പേൻ ശല്യം പോവാനൊക്കെ വേണ്ടിയിട്ടുള്ള മുടി പുകക്കുന്ന ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് ദശാങ്കം. നമ്മുടെ ആയുർവേദ കടയിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് പൂജാ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് ഇത് ദശാങ്കം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവില്ലേ, ഒരു ദൈവികമായിട്ടുള്ളൊരു മണം. അത് തന്നെയാണ് ഇത്. അവിടെയും ദശാങ്കമൊക്കെയാണ് കത്തിക്കുക കേട്ടോ. പൊടിയാണ് കേട്ടോ ഇത് നമ്മൾ ഈ മുടി പുകയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു മണ്ണിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, അത് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് പൊട്ടിപ്പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. അതിൽ സ്റ്റിക്ക് കിട്ടുന്നതാണ്, പക്ഷെ എനിക്ക് സ്റ്റിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ത്രികോണം ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. ത്രികോണായില്ല, ഓക്കെ, എന്നാൽ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കത്തിക്കാട്ടോ. ഞാൻ കത്തിച്ചിട്ടുണ്ട് കേട്ടോ, കത്തിച്ചു. ഇനി ഇത് നമ്മൾ മുടിക്ക് പുക കൊള്ളിക്കണം കേട്ടോ. അപ്പം ഞാനെന്ത് ചെയ്തു, എനിക്ക് മറ്റേ ഇതില്ലല്ലോ, അപ്പം ഞാൻ ഒരു ചിരട്ട എടുത്തു. അതിന് 3 തുളയുണ്ടല്ലോ, ആ തുള നന്നായിട്ടൊന്ന് തുളച്ചു. ഇതാ ഇങ്ങനെ വെച്ചു. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ മറ്റേ ഇതില്ലെങ്കിലും നമുക്ക് പുകക്കാം. മുടിക്കൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് പുകച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ മുടിക്ക് നല്ല മണം കിട്ടും കേട്ടോ. മാത്രമല്ല നമ്മുടെ പൂജാമുറിയിലൊക്കെ ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ 2 ദിവസത്തേക്ക് അതിൻ്റെ മണമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഉണ്ടാകുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, അത് തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നനഞ്ഞ മുടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അതായത് നമ്മൾ മഴക്കാലത്തൊക്കെ മുടി ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.